ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വീട്ടിലെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുകയാണ്. മൃതദേഹം ആൽവിൻ പഠിച്ച സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായിട്ട് നിതിൻ, ഇപ്പോഴാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്ന ഒരു സങ്കടക്കാഴ്ച അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം. നമ്മൾ അടുപ്പിച്ച് 2 ദിവസമാണ് 5 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇതുപോലെ കണ്ടത്. കോളേജിൽ നിന്നുള്ള കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സങ്കടക്കടലുകൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. ഈ 6 പേരായിരുന്നു ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. 6 മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അതിൽ 6ാമത്തെ ആൽവിൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ആൽവിൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് ആൽവിൻ അദ്ദേഹത്തിന് ഡോക്ടർ ആവണമെന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. 2 വർഷം ഈ കലാലയത്തിലാണ് പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ മുന്നിലാണ് ഇപ്പോൾ ആൽവിൻ ചേതനേറ്റ ശരീരവുമായിട്ട് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇവിടേക്ക് 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ എടത്തുവായിലാണ് ആൽവിൻ്റെ വീട്. എടത്തുവായ എന്ന പ്രദേശത്ത് നിന്നും ഈ സ്കൂളിൽ നിന്നും ഡോക്ടറാവണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് പോയതാണ്. ആദ്യ വർഷം പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ എടത്വ പ്രദേശത്തിലെ ആളുകളും സാംസ്കാരിക ആളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം നെഞ്ചുപൊട്ടി നീറുന്ന വേദനയോട് കൂടിയിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ചേതനയേറ്റ ആൽവിൻ്റെ മൃതശരീരം കണ്ട് അവസാനമായിട്ട് ഒരു നോക്ക് കണ്ട് മാറുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നിശ്ചയിച്ചിരുന്നത് 9:30 കൂടിയിട്ട് വീട്ടിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് 10 മണിയോട് കൂടിയിട്ട് ഇവിടെ പൊതുദർശനം നടത്തി അതിനുശേഷം 12 മണിയോട് കൂടിയിട്ട് സംസ്കാരം നടത്താമെന്നായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ജനത്തിരക്ക് കാരണവും അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമയക്രമീകരണങ്ങളെല്ലാം ഒരിക്കലും പാലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ നമുക്ക് നഷ്ടമായത് 6 കുഞ്ഞുങ്ങളെയാണ്. അതിൽ ആൽവിൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ എടത്വ പള്ളിയിലാണ്. അവിടെ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കും.